നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ. സൈപ്രസും തുർക്കിയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പോർ ചരിത്രമാണുള്ളത്. തുർക്കിയെ നേരിടാൻ ഇന്ത്യൻ ആയുധങ്ങൾ സൈപ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക്കിനെ സഹായിച്ച തുർക്കി ആയുധങ്ങൾ ഉൾപ്പെടെ ചാരമാക്കിയ നാഗ ആകാശ് ആയുധങ്ങൾ സൈപ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈപ്രസിലെ ഇന്ത്യൻ നീക്കത്തെ ഭീതിയോടെ കാണുകയാണ് തുർക്കി. പാകിസ്ഥാനെതിരായ സൈനിക നടപടിക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശയാത്ര. 23 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സൈപ്രസ് സന്ദർശനം. പ്രത്യേകതകൾ ഏറെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചായിരുന്നു മോദി സൈപ്രസിലേക്ക് എത്തിയത്. മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രധാനപ്പെട്ട സുഹൃദ് രാഷ്ട്രമാണ് സൈപ്രസ് എന്നാണ് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഈ സന്ദർശനത്തെ കാണുന്നുവെന്നും മോദി പറഞ്ഞു. സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വിദേശ സന്ദർശനം എന്നതിനാൽ തന്നെ നയതന്ത്ര ബന്ധത്തിനു പുറമെ അന്തർദേശീയ താൽപര്യത്തിനും അനുസരിച്ചുള്ള നീക്കമായാണ് സൈപ്രസിലേക്കുള്ള മോദിയുടെ യാത്ര വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ. പാകിസ്ഥാനെ ആയുധം നൽകി സഹായിക്കുന്ന നിലപാടാണ് തുർക്കി സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തുർക്കിയുടേത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം. തുർക്കിയും സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സൈപ്രസ്. തുർക്കിയുമായി തുടരുന്ന അതിർത്തി തർക്കങ്ങളെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ സൈപ്രസ് തയ്യാറെടുക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാഗാസ്ത്ര, ഇസ്രയേൽ, ഇന്ത്യൻ കമ്പനികൾ സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്കൈ സ്ട്രൈക്കർ എന്നീ ഡ്രോണുകൾ വാങ്ങാനാണ് സൈപ്രസ് താൽപര്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ തകർത്ത ആയുധങ്ങളാണ് നാഗാസ്ത്രയും സ്കൈ സ്ട്രൈക്കറും. ലോയ്റ്ററിംഗ് മ്യൂണിഷൻ വിഭാഗത്തിൽ വരുന്ന ഡ്രോണുകളാണ് ഇവ രണ്ടും. ലക്ഷ്യം നിർണ്ണയിക്കാൻ വട്ടമിട്ട് പറന്ന് കൃത്യമായി ആക്രമിക്കുന്ന ഡ്രോണുകളാണിവ. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ആയുധങ്ങളാണ് ഇവ രണ്ടും. ഇവയുടെ കൃത്യതയിലും പ്രകടന മികവിലും ആകൃഷ്ടരായാണ് സൈപ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മോദിയുടെ സന്ദർശന സമയത്ത് ആയുധ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായി എന്ന സൂചന പുറത്തു വരുന്നുണ്ട്. ഇതോടെയാണ് തുർക്കിയിൽ വേവലാതി ഉടലെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് തുർക്കിക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ് പാകിസ്ഥാനിലെ അടിയോടെ. ഈ ആയുധങ്ങൾ സൈപ്രസിന്റെ പക്കൽ എത്തുന്നത് തുർക്കിക്ക് നല്ലതിനല്ല എന്ന് എർദോഗാന് അറിയാം. തുർക്കിയുമായി ദീർഘകാലമായി സംഘർഷത്തിലാണ് സൈപ്രസ്. 1974 സൈപ്രസിന്റെ വടക്കൻ പ്രദേശങ്ങൾ തുർക്കിയുടെ പിന്തുണയോടെ തുർക്കി വംശജർ പിടിച്ചെടുത്തിരുന്നു. ഇതോടെ തുർക്കിയുമായുള്ള ബന്ധം ഉലയുന്നത്. തുർക്കിയുടെ ബൈറാക്തർ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി മറികടക്കാനാണ് ഇന്ത്യൻ ഡ്രോണുകളിൽ സൈപ്രസ് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആയുധങ്ങൾ ചെലവ് കുറഞ്ഞതായതിനാൽ സൈപ്രസിനെ സംബന്ധിച്ച് ആകർഷണവുമാണ്. നാഗാസ്ത്ര, സ്കൈ സ്ട്രൈക്കർ എന്നീ ഡ്രോണുകൾക്ക് പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് വില വളരെ കുറവാണ്, എന്നാൽ കരുത്തുമാണ്. മാത്രമല്ല 1000 കിലോമീറ്ററോളം ദൂരത്തിലേക്കുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആക്രമിച്ചെത്താനും ഇതിന് സാധിക്കും. ഇന്ത്യയും സൈപ്രസും കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. 1960 സൈപ്രസ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഗ്രീക്ക് വംശജരും തുർക്കി വിമതരും തമ്മിലുള്ള തർക്കത്തിൽ രാജ്യത്തിന്റെ ഒരു ഭാഗം വിമതരുടെ സഹായത്തോടെ തുർക്കിയുടെ നിയന്ത്രണത്തിലാകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സഹായം എത്തുന്നത്. നേരത്തെ സൈപ്രസിന് ഇന്ത്യ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ നൽകി സഹായിച്ചിട്ടുണ്ട്. ഇത്തവണ ആയുധ കച്ചവടത്തിലേക്ക് പോകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയരും. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള രാജ്യമെന്ന നിലയിൽ ആയുധ വിൽപ്പന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് കൂടുതൽ വിശ്വാസ്യതയും നൽകും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ നൽകി സഹായിച്ചിരുന്നു. തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ മുഴുവൻ ഇന്ത്യ വെടിവെച്ചിട്ടു. പാകിസ്ഥാന്റെ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചാണ് നാഗാസ്ത്രയും സ്കൈ സ്ട്രൈക്കറും ആക്രമണം നടത്തിയത്. ഭീകരവിരുദ്ധ നീക്കത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാതെ പാകിസ്ഥാനെ പിന്തുണച്ചതിന് സൈപ്രസിലൂടെ ശക്തമായ സന്ദേശമാണ് ഇന്ത്യ തുർക്കിക്ക് നൽകുന്നത്. ഇന്ത്യൻ ആയുധങ്ങൾ സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കരുത്താണ്. തുർക്കിയുടെ എല്ലാത്തരം ആക്രമണ നീക്കങ്ങളെയും ചെറുക്കാൻ സൈപ്രസിന് സാധിക്കും.
ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ കൂടി നൽകി സൈപ്രസിനെ സഹായിക്കുന്നതിൽ പൊള്ളി നിൽക്കുകയാണ് എർദോഗാൻ. ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയുമാണ്. തുർക്കിക്ക് തല പിളർക്കുന്ന അടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനിയും കളി ഇറക്കിയാൽ, അതായത് പാകിസ്ഥാന്റെ കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അതിന് ചെക്ക് വെക്കാനുള്ള എല്ലാ പണികളും ഇന്ത്യയുടെ പക്കലുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സൈപ്രസിലൂടെ ഇന്ത്യ നൽകുന്ന സന്ദേശം. നൂറ്റാണ്ടുകളുടെ പോർ ചരിത്രമാണ് സൈപ്രസും തുർക്കിയും തമ്മിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ധാതു സമ്പത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപരാഷ്ട്രമാണ് സൈപ്രസ്. തുർക്കിയിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ തെക്കും സിറിയയിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറും ഗ്രീസിന്റെ പ്രധാന ഭൂപ്രദേശത്തിന് 770 കിലോമീറ്റർ തെക്ക് കിഴക്കുമായാണ് സൈപ്രസ് സ്ഥിതി ചെയ്യുന്നത്. സിസിലി, സാർഡിനിയ എന്നിവയ്ക്ക് ശേഷം മെഡിറ്ററേനിയൻ കടലിലെ മൂന്നാമത്തെ വലിയ ദ്വീപാണിത്. അസീറിയക്കാർ, ഈജിപ്തുകാർ, പേർഷ്യക്കാർ എന്നിവർ പുരാതന കാലത്ത് ദ്വീപ് പിടിച്ചടക്കി. BC 333 അലക്സാണ്ടർ ദ്വീപിനെ പേർഷ്യക്കാരിൽ നിന്ന് മോചിപ്പിച്ച് തന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി. പിന്നീട് സൈപ്രസ് ഈജിപ്തിലെ ടോളമികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. BC 30 റോമാക്കാരുടെ ആധിപത്യത്തിന് കീഴിലായി. 1571 ദ്വീപ് ഒട്ടോമൻ തുർക്കികളുടെ കീഴിലാകുന്നത്. 1878 റഷ്യയിൽ നിന്ന് തുർക്കിയെ സംരക്ഷിക്കാനുള്ള ബ്രിട്ടീഷ് വാഗ്ദാനത്തിന് പകരമായി ഗ്രേറ്റ് ബ്രിട്ടൻ സൈപ്രസ് വാടകയ്ക്കെടുക്കുന്നതുവരെ ഒട്ടോമൻ കാലഘട്ടം നിലനിന്നു. സൂറിച്ച് ലണ്ടൻ കരാറുകളുടെ അടിസ്ഥാനത്തിൽ 1960 ഓഗസ്റ്റ് 16 സൈപ്രസ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി. എന്നാൽ സൈപ്രസിന്റെ ദുരിതം അവിടെ തീരുകയായിരുന്നില്ല, തുടരുകയായിരുന്നു. ഒപ്പം ഗ്രീസിനും തുർക്കികൾക്കും ഇടപെടാനുള്ള അവകാശമാണ് ബ്രിട്ടീഷ് അവിടെ നൽകിയത്. ദ്വീപിൽ ഗ്രേറ്റ് ബ്രിട്ടന് 2 സൈനിക താവളങ്ങളും ദ്വീപിൽ ലഭിച്ചു. 1960 ഭരണഘടന ഗ്രീക്ക് സൈപ്രിയറ്റ് സമൂഹത്തിനും ഒരു തുർക്കിഷ് സൈപ്രിയറ്റ് സമൂഹത്തിനും വ്യവസ്ഥ ചെയ്തിരുന്നു. 1974 ജൂലൈ 15 ഗ്രീസ് ഭരിച്ചിരുന്ന സൈനിക ഭരണകൂടം സൈപ്രസിലെ നിയമപരമായ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തി. ദ്വീപിനെ ഗ്രീസുമായി ലയിപ്പിക്കാൻ ആഗ്രഹിച്ചു. പിന്നാലെ ജൂലൈ 20 തുർക്കി സൈപ്രസ് ആക്രമിച്ചു. വടക്കൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന 1,60,000-ലധികം ഗ്രീക്ക് സൈപ്രിയോട്ടുകളെ അധിനിവേശ വടക്കൻ ഭാഗത്തു നിന്ന് ബലമായി പുറത്താക്കി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ കാണാതാകുകയോ ചെയ്തു. അധിനിവേശത്തിന് ശേഷം കുടിയേറ്റക്കാരുടെ വലിയ ഒഴുക്ക് തുർക്കി സൈപ്രിയോട്ടുകളുടെ ജീവിത സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. ആ വർഷം വടക്കൻ പ്രദേശത്ത് തുർക്കിഷ് സൈപ്രിയോട്ടുകൾ സ്വതന്ത്ര ഭരണം സ്ഥാപിച്ചു. തുർക്കി സൈപ്രിയോട്ടുകൾ വടക്കൻ പ്രദേശവും ഗ്രീക്ക് സൈപ്രിയോട്ടുകൾ തെക്ക് ഭാഗവും കൈവശപ്പെടുത്തി. 1980 UN സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചു. എന്നാൽ 1983 നവംബറിൽ തുർക്കിയുടെ പിന്തുണയോടെ തുർക്കി സൈപ്രിയോട്ട് നേതൃത്വം തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് സൈപ്രസ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചു.